പ്രവർത്തകരുടെ ആവേശം കാണുമ്പോൾ പേരാവൂരിൽ സണ്ണിയുടെ ഭൂരിപക്ഷം 5 അക്കം കടക്കും. ഇക്കാര്യം ഉറപ്പിച്ചു പറയുന്നത് മറ്റാരുമല്ല, വടകര MP ഷാഫി പറമ്പിലാണ്. നമുക്കറിയാം, വടകരയിൽ മത്സരിച്ച് ഷാഫിക്ക് മുന്നിൽ കീഴടങ്ങിയ CPMന്റെ ടീച്ചറമ്മയായ KK ശൈലജയാണ് പേരാവൂരിൽ സണ്ണി ജോസഫിനെതിരെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ടീച്ചറമ്മ ഇപ്പോൾ തന്നെ അട്ടിമറി നടത്തുമെന്ന ചിന്തയിലാണ് CPM സഖാക്കന്മാർ നിൽക്കുന്നത്. ആ വെള്ളം വാങ്ങിവച്ചേക്കൂ എന്ന് ഷാഫി പറമ്പിൽ അടിവരയിട്ട് പറയുമ്പോൾ കൈയടിക്കുകയാണ് തടിച്ചുകൂടിയ നൂറുകണക്കിന് ആളുകൾ. റോഡ് ഷോയ്ക്കു ശേഷം നടന്ന UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ CPMനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. വടകരയിൽ ഉണ്ടാക്കിയ പോലുള്ള പ്രശ്നം ഇവിടെയും ആവർത്തിക്കാതിരുന്നാൽ എല്ലാവർക്കും നല്ലതാണെന്നും ഷാഫി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആരെയും വ്യക്തിപരമായി പരാമർശിക്കുകയില്ല. എന്താണ് വടകരയിൽ ഉണ്ടായതെന്നും ആരാണ് ഉണ്ടാക്കിയതെന്നും ജനങ്ങൾക്ക് നന്നായി അറിയാമായിരുന്നു എന്ന് പറഞ്ഞ ഷാഫി പറമ്പിൽ അതിൻ്റെ റിസൾട്ടാണ് പിന്നീട് ഉണ്ടായതെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാഫർ പ്രയോഗത്തെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടാണ് ഷാഫി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. ആര് മത്സരിക്കുന്നു എന്നതല്ല പ്രശ്നമെന്നും ഇവിടെ ജനങ്ങളും ജനങ്ങൾക്കെതിരായ സർക്കാരും തമ്മിലാണ് മത്സരം നടക്കുന്നത്. ഇതിന് മറ്റൊരു ഘടകത്തിനും പ്രസക്തിയില്ലെന്നും ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പേരാവൂരിലെ ജനമനസ്സുകൾ ഇതിനോടകം തന്നെ സണ്ണി ജോസഫിനെ ജയിപ്പിച്ച് കഴിഞ്ഞുവെന്നും ഷാഫി വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പും ആവർത്തിക്കുമെന്നും ജനങ്ങൾ ജയിച്ച് UDF കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നും ഷാഫി പറയുന്നുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതോടെ CPMന് ചെറിയ മേൽക്കൈ ലഭിച്ചിരുന്നു. എന്നാൽ ഷാഫിയുടെ ഒറ്റവരവിൽ കാര്യങ്ങൾ കോൺഗ്രസിന് അനുകൂലമായെന്ന് കാണാൻ സാധിക്കും. ഷാഫിയുടെ പ്രസംഗത്തിന്റെ വീഡിയോ ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം. നമ്മുടെ പഴയ S രാജേന്ദ്രൻ ഇപ്പൊ എവിടെയാ? CPMന്റെ ഇടുക്കി ജില്ലയിലെ MLA ആയിരുന്ന S രാജേന്ദ്രൻ ഇപ്പൊ ഏത് പാർട്ടിയിലെന്തേട്ടാ? BJPയിൽ MLA ആയിരുന്നില്ലേ? നിങ്ങൾ കണ്ടതല്ലേ? ആയിഷ പോറ്റി എവിടെയാ? ഇപ്പോ എവിടെയാ? PV അൻവർ ഇപ്പൊ എവിടെയാ? ഒന്നും വേണ്ട. ഇപ്പോഴുള്ള സിറ്റിംഗ് MLA CC മുകുന്ദൻ മാലയിട്ട് സ്വീകരിച്ച് എവിടെ പോയിട്ടാ മത്സരിക്കുന്നത്? എവിടെ പോയിട്ടാ മത്സരിക്കുന്നത്? അപ്പൊ നിങ്ങൾ കാണുന്നുണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്ത് നിങ്ങൾ കാണുന്നുണ്ട് കാര്യങ്ങൾ. ഇനി അത് മാത്രമാണോ? നിങ്ങൾ പരിശോധിച്ചോ? ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ ഇപ്പൊ നമ്മുടെ പരസ്യങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ വിവാദങ്ങളൊക്കെ മാധ്യമങ്ങൾ പറയുന്നുണ്ട്, പറഞ്ഞോട്ടെ, പ്രശ്നമല്ല. പക്ഷെ കണ്ണൂർ ജില്ലയിലെ കാര്യങ്ങളോ? നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ അറിയാം, നമ്മളിപ്പോ സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ച് പറഞ്ഞു, ഇച്ചിരി വൈകി. അത് നമുക്ക് പറയാതിരിക്കാനൊന്നും പറ്റൂല, ഇച്ചിരി വൈകി. പക്ഷെ പ്രസിഡന്റ് സ്ഥാനാർത്ഥികളെ എല്ലാം കൂടെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ചിലപ്പം പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഒക്കെ സ്ഥാനാർത്ഥി നമുക്ക് പിൻവലിക്കേണ്ടി വന്നേനെ എന്നുള്ള അവസ്ഥയും അവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം അതിന്റെ കാര്യങ്ങൾ. കാരണം എന്താ? ഓരോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സിനോട് നമുക്ക് പ്രതികരിക്കേണ്ടതായിട്ട് വന്നു. ഇപ്പം സുധാരേട്ടന്റെ പേരിൽ പല വാർത്തകളും ഉണ്ടാക്കി. പക്ഷെ തിരിച്ച് നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക. അപ്പുറത്ത് തളിപ്പറമ്പിൽ പത്രസമ്മേളനം നടത്തിയപ്പോൾ TK ഗോവിന്ദൻ എന്ന് പറയുന്ന CPM നേതാവ് പറഞ്ഞത് എന്താ? 10-75 വയസ്സിനിടക്ക് 50 വർഷത്തെ പാർട്ടി പ്രവർത്തന പരമ്പരക്കൊടുവിൽ ഒരിക്കൽ പോലും ഒരു വാക്ക് എന്റെ പാർട്ടിക്കെതിരായി ഞാൻ പുറത്തു പറയേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഗോവിന്ദ മാഷും ഭാര്യയൊക്കെ കൂടെ നടത്തുന്ന പാർട്ടിക്കകത്തെ സ്വജനപക്ഷപാതം, ആ സ്വജനപക്ഷപാതത്തെ കുറിച്ച് പറഞ്ഞപ്പോ 3 ടേം ഗോവിന്ദ മാഷ് പിന്നെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് അവര് പറഞ്ഞു വെച്ചൊരു വാചകമുണ്ട്. എന്താ വാചകം? പാർട്ടിക്കകത്ത് 2 വിഭാഗമായിട്ട് മാറുന്നു. ഒന്ന് ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവർ, മറ്റൊന്ന് പാർട്ടിയെ സ്നേഹിക്കുന്നവർ. ആ പാർട്ടിയെ സ്നേഹിക്കുന്നവരെന്ന് പറയുന്നവർ അവരിപ്പോ പറയുന്നു, ഞങ്ങളുടെ പാർട്ടിയെ നേതാക്കന്മാര് തിരുത്തുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല, അത് ജനങ്ങളും പ്രവർത്തകരും തിരുത്തും. പാർട്ടിയെ സ്നേഹിക്കുന്ന സഖാക്കൾ പോലും ഇത്തവണ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പിണറായി വിജയനോ അയാളുടെ ഗവൺമെന്റോ അല്ല. ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് എന്നുള്ളത് അവരുടെ പ്രവർത്തകർ തന്നെ പറയുന്നത് നിങ്ങൾ കണ്ടതാണ്. നമ്മുടെ സുധാരേട്ടന്റെ വാർത്ത കുറെ കൊടുത്തു, പക്ഷെ വേറൊരാൾ അവിടെ പാർട്ടി വിട്ടിട്ടുണ്ട് ഇല്ലേ? അമ്പലപ്പുഴയിൽ മത്സരത്തിന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കാര്യത്തിൽ പാർട്ടി തീരുമാനമെന്തോ, ഹൈക്കമാൻഡിന്റെ തീരുമാനമെന്തോ, അതിന് നമ്മൾ കാത്തിരിക്കുക. ഹൈക്കമാൻഡിന്റെ തീരുമാനം വരട്ടെ. നമ്മുടെ കാര്യത്തിൽ അതിലിപ്പം ഞാൻ ഒരു കാര്യം പറയാം. MP-മാർ മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഈ വേദിയിലും സദസ്സിലുമുള്ള ആർക്കും കഴിയില്ല. സണ്ണി ജോസഫ് MLA ഉൾപ്പെടെയുള്ള KPC പ്രസിഡന്റോട് ബഹുമാനക്കുറവുകൊണ്ട് പറയുന്നതല്ല, അത് പാർട്ടി തീരുമാനം, ഹൈക്കമാൻഡ് തീരുമാനത്തിനാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്. ഹൈക്കമാൻഡിന്റെ തീരുമാനം വരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അത്തരം വിഷയങ്ങളല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ ചർച്ചയാവുക. അത് എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അത്തരം പ്രയാസങ്ങൾ, ചിലപ്പോൾ വാർത്തകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനെല്ലാം മറികടക്കുന്ന ജനകീയ പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന്
അതിന് പരിഹാരമുണ്ടാക്കാൻ ജനങ്ങൾ എടുക്കുന്ന തീരുമാനത്തോടൊപ്പം നടക്കാൻ, അതിന്റെ മുന്നേ നടക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തമാണ് ഇന്ന് പേരാവൂരിലെ ജനങ്ങൾ ഏറ്റെടുത്തത് എന്നുള്ളത് ഈ വേദിയും സദസ്സും റോഡ് ഷോയും ആ റോഡ് ഷോയുടെ 2 വശങ്ങളിൽ നിൽക്കുന്ന ആളുകളുടെ പ്രതികരണങ്ങളും കാണുകയാണ്. ഞാൻ സന്തോഷത്തോടെയാണ്, അഭിമാനത്തോടെയാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എന്ന പേര് ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ഉച്ചരിക്കുന്നത്, ഓരോ UDF പ്രവർത്തകനും ഉച്ചരിക്കുന്നത്. ഈ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷ പദവിയിലേക്ക് വന്ന് അദ്ദേഹം ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലും ഉൾപ്പെടെ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി സെൽഫ്ലെസ് ആയി തന്നെക്കാൾ വലുത് പാർട്ടിയാണെന്ന് എന്നും വിശ്വസിക്കുകയും ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന നേതാവാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പേരാവൂർക്കാർക്ക് അറിയാം. ഞാൻ ഒരു കാര്യം അഭിമാനത്തോടെ ഓർക്കുകയാണ്, ഒരു MLA മാത്രമായിരുന്ന അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് ഈ മണ്ണിലേക്ക് ഒരു താലൂക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഇവിടുന്ന് വലിയ ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തെ ജയിപ്പിക്കുമ്പോ നിങ്ങളുടെ ഹൃദയത്തിന്റെ അംഗീകാരത്തോടെ 5 അക്ക ഭൂരിപക്ഷത്തിൽ അദ്ദേഹം കേരളത്തിന്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുമ്പോ നമുക്കറിയാം അദ്ദേഹം കേവലം ഒരു MLA മാത്രമായിരിക്കില്ല, അടുത്ത UDF ഗവൺമെന്റിനെ നയിക്കുന്നവരൊരാൾ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ആയിരിക്കുമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അങ്ങനെയുള്ള ജനങ്ങളോട് താല്പര്യമുള്ള ഒരു പ്രതിനിധിയും ജനങ്ങളോട് താല്പര്യമുള്ള ഒരു സർക്കാരും കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ അത് പേരാവൂരിന് ചെയ്യാൻ പോകുന്ന ഗുണം അതെന്താണെന്ന് തിരിച്ചറിയുന്നവരാണ് ഇവിടെയുള്ളവരും ഇതിന് പുറത്തുള്ളവരും ഈ മണ്ഡലത്തിലെ വോട്ടർമാരും എന്ന കാര്യത്തിന് സംശയം വേണ്ട. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ ജയിക്കാൻ പോകുന്നത് ടീച്ചറല്ല, ഇവിടെ ജയിക്കാൻ പോകുന്നത് വക്കീലാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് ജനങ്ങളുടെ തീരുമാനം. അപ്പൊ അത് വ്യക്തിപരമായിട്ടുള്ള ഒന്നുമല്ല, അത് വ്യക്തിപരമായിട്ടുള്ള മത്സരം ഒന്നുമല്ല. ഈ ഗവൺമെന്റിനെതിരായി ജനങ്ങൾ നടത്തുന്ന മത്സരത്തിന്റെ പ്രതീകമാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അവர்கள். ഈ നിങ്ങളുടെ സമരത്തിന് ഇപ്പൊ എന്നോട് നിങ്ങൾ വരുമ്പോ മാധ്യമങ്ങൾ ചോദിച്ചു, വടകരയിൽ ഉണ്ടായ പോലത്തെ വിവാദങ്ങൾ എന്തെങ്കിലും ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് എന്നോട് ചോദിക്കുക. ഓർമ്മയുണ്ടല്ലേ? വടകരയിൽ ഉണ്ടായതുപോലത്തെ വിവാദങ്ങൾ എന്തെങ്കിലും ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് എന്നോട് മാധ്യമങ്ങൾ ചോദിച്ചത്. ഞാൻ അതിന് മറുപടിയായിട്ട് പറഞ്ഞു, ഉണ്ടാക്കാതിരുന്നാൽ അവർക്ക് അത്രയും കൊള്ളാം, ഉണ്ടായാൽ വടകരയിൽ ഉണ്ടാകുന്നതിനേക്കാളും ഇരട്ടി തിരിച്ചടി LDF-നുണ്ടായിരിക്കും. ഞാൻ അപ്പോഴും പറയുന്നു, നത്തിങ് പേഴ്സണൽ, വ്യക്തിപരമല്ല, ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ്, ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്, ഇത് ഈ ഗവൺമെന്റിനെതിരായി ജനങ്ങൾ നയിക്കുന്ന പോരാട്ടമാണ്. വടകരയിൽ വലിയ കൊട്ടിഘോഷിച്ചതാണ് കാഫിർ സ്ക്രീൻഷോട്ട്. എന്തൊരു വർഗീയതയാണ്ടോ എന്നൊക്കെ ചോദിച്ച് എന്റെ ചിത്രം വെച്ച് കുറെ പോസ്റ്റുകൾ ഇട്ടതാണ്. നിങ്ങൾ എനിക്കൊരു 1 മിനിറ്റ് സമയം തന്നാൽ കോടതിയിൽ അവസാനം അത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 മിനിറ്റ് സമയം ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ തയ്യാറായി വെച്ചിട്ടില്ല, ഞാനൊന്ന് എടുക്കട്ടെ, 1 സെക്കൻഡ്. ആ കേസിന് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങളൊന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് പറയാൻ ശ്രമിക്കുന്നു. നിങ്ങളൊരു കാര്യം, കോടതിയിൽ പോലീസ് കൊടുത്ത റിപ്പോർട്ടിനകത്ത് പറയുന്നത്, പ്രസിഡന്റ്, 30/6/2024 സ്റ്റേറ്റ്മെന്റ് ഓഫ് റിബേഷ് സൺ ഓഫ് രാമകൃഷ്ണൻ. റിബേഷ് സൺ ഓഫ് രാമകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ്സുകാരനല്ല, റിബേഷ് സൺ ഓഫ് രാമകൃഷ്ണൻ യൂത്ത് ലീഗുകാരനല്ല, റിബേഷ് സൺ ഓഫ് രാമകൃഷ്ണൻ UDF-ന്റെ നേതാവല്ല, പ്രവർത്തകനല്ല, യുവജന സംഘടനകളുടെ നേതാവല്ല, കറകളഞ്ഞ DYFI-കാരനാണ് റിബേഷ് സൺ ഓഫ് രാമകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ഫോണിൽ പരിശോധിച്ചപ്പോ it is revealed that the communal post posted by him in the WhatsApp group of Red Encounters എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇത് പ്രത്യക്ഷമാകുമ്പോ ആ പോസ്റ്റ് ഇട്ടത് റിബേഷ് രാമകൃഷ്ണൻ എന്ന ആള് 25/4/2004 2:13 അത് പോസ്റ്റ് ഇട്ടു. On interrogation, Ribesh could not reveal from where he has obtained the communal post. DYFI നേതാവായ റിബേഷ് പറയുന്നില്ല ഈ പോസ്റ്റ് എവിടുന്ന് കിട്ടി എന്ന്. DYFI നേതാവായ റിബേഷ് പോലീസിനോട് പറയുന്നില്ല എന്ന് പോലീസ് കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ റിപ്പോർട്ടിൽ പറയുമ്പോ അതെന്റെ തലയിൽ കെട്ടിവെച്ച് എന്നെ വർഗീയവാദിയാക്കാൻ CPM നടത്തിയ ശ്രമങ്ങളെ വടകരയിലെ ജനങ്ങൾ തൂത്തെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം ശ്രമങ്ങളെ കേരളത്തിലെ ജനങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ല എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. നിങ്ങൾ കണ്ടതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ പൂർണ്ണ വിവരങ്ങൾ വേണേ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. ഓരോ വാട്സപ്പ്